നിർമ്മിച്ച നിശ്ചയദാർഢ്യത്തിന്റെ നെടുങ്കോട്ടയാണ് രക്തസാക്ഷി. മുഹമ്മദ് ഷാഫി, ടി കെ രജീഷ്, അണ്ണൻ സിജിത്ത്, ട്രൗസർ മനോജ്, TPയെ പൈശാചികമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഘത്തിലെ 4 കൊടും ക്രിമിനലുകൾ. അതുകൊണ്ടാണല്ലോ TP കേസിലെ ഇവരുടെ ക്രൂരകൃത്യവും ക്രിമിനൽ ബുദ്ധിയും കണക്കിലെടുത്ത് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ചത്. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്നാണ് 2024 ഹൈക്കോടതി വിധി. പക്ഷേ നീതിന്യായ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കിയാണ് സർക്കാർ ഈ 4 പേരുടെയും ശിക്ഷ ഇളവ് ചെയ്യാൻ നീക്കം നടത്തിയത്. 18 വർഷം പൂർത്തിയാകാത്ത തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന 2018 ജയിൽ ചട്ടമാണ് 2022 സർക്കാർ ഒരു ഉത്തരവിലൂടെ മറികടന്നത്. അത് TP കേസ് തടവുകാരെ സഹായിക്കാനായിരുന്നു. ഈ ഉത്തരവ് ശിക്ഷാ ഇളവിന് റിപ്പോർട്ട് തേടിയ കത്തിൽ ജയിൽ സൂപ്രണ്ട് ഉദ്ധരിക്കുന്നതെന്ന് TP കേസ് പ്രതികളെ പുറത്തിറക്കാനാണെന്ന പ്രതിപക്ഷ സംശയം സ്വാഭാവികം. അതുകൊണ്ട് ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നൊക്കെ ഒരു വാദത്തിന് പറയാമെന്ന് മാത്രം. TP കേസ് പ്രതികളുടെ പേര് ശിക്ഷാ ഇളവ് നൽകാൻ പരിഗണിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ജയിലിന്റെ ജയിൽ സൂപ്രണ്ടും ഉദ്യോഗസ്ഥരുമാണ്. അതുകൊണ്ട് ആസാദി കാ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ഇളവ് നൽകുന്നവരുടെ കൂട്ടത്തിൽ TP കേസ് തടവുകാരെ കൂടി തിരുകി കയറ്റിയത് സർക്കാരിന്റെ കുബുദ്ധിയാണെന്ന് സംശയിച്ചാൽ തെറ്റാകില്ല. ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച ഈ 4 പ്രതികളും ജൂൺ ആദ്യം മുതൽ പരോൾ നേടി പുറത്തായിരുന്നു. അതായത് ശിക്ഷാ ഇളവിന് പരിഗണിക്കാൻ സർക്കാരിന്റെ ഭാഗമായവർക്കും CPM-നുമൊക്കെ താല്പര്യമുണ്ടാകും. സ്വാഭാവികം. 11ാം പ്രതിയായ ട്രൗസർ മനോജ്, അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്തനോടൊപ്പം, ജ്യോതിബാബുവിനോടൊപ്പം, രാമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം. തീർച്ചയായിട്ടും നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല, സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. പക്ഷേ 4 കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങിയപ്പോൾ ചെയ്ത കൃത്യങ്ങൾ ഓർമ്മ വേണം. TK രജീഷ് കേരളത്തിലേക്ക് തോക്കുകടത്താൻ ശ്രമിച്ചെന്ന കേസ് CBI അന്വേഷിക്കുകയാണ്. സ്വർണ്ണക്കടത്തിലെ ബന്ധമടക്കം പല ക്രിമിനൽ പ്രവർത്തികളിലും ഇവരുടെ പേരുകൾ സജീവമായി വന്നു. ശിക്ഷാ ഇളവ് ലഭിച്ചാൽ രാഷ്ട്രീയ സംഘർഷങ്ങളിലടക്കം സജീവമാകാൻ സർക്കാർ തന്നെ വഴിയൊരുക്കുന്നതാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.